നിങ്ങളുടെ മകനോ മകൾക്കോ മാർക്ക് കുറയുകയോ പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു എന്ന് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് ട്യൂഷന് അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷനെ പറ്റിയായിരിക്കും. ശരിക്കും ലക്ഷണത്തെയാണോ ചികിത്സിക്കേണ്ടത് അതോ കാരണത്തെയാണോ? ഇപ്പം നിങ്ങളുടെ ഒരു ഫോൺ മെമ്മറി അത് ഹാങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ക്ലീൻ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മെമ്മറി കൂട്ടാനായിട്ട് നോക്കും. 32, 62, 64 GB 512 അല്ലെങ്കിൽ 1 TB നമ്മളതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇതുപോലൊരു മെമ്മറി നിങ്ങളുടെ കുട്ടിയിലും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ? വീണ്ടും വീണ്ടും തിങ്ങി നിറഞ്ഞിരിക്കുന്ന മെമ്മറിയിലേക്ക് ഡേറ്റാസ്, വിഷ്വൽസ്, വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു 64 GB 1 TB ഡേറ്റാസ് കുത്തിക്കയറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുതന്നെയാണ് നിങ്ങളുടെ കുട്ടികളുടെ ബ്രെയിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാനസിക സമ്മർദ്ദം മനസ്സിലായെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞു തന്ന അവരുടെ മാനസിക സമ്മർദ്ദം മനസ്സിലായെങ്കിൽ തുടർന്നും കുറച്ച് സമയം കൂടെ ഒന്ന് കേൾക്കുക. ശരീരത്തിൻ്റെ മൊത്തം മാസിൻ്റെ 2% ഉള്ളൂ ബ്രെയിൻ. പക്ഷേ 20% എനർജിയും ഓക്സിജനും യൂസ് ചെയ്യുന്നത് ബ്രെയിനാണ്. അത് ഒരു ദിവസം 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഒരു ഞായറാഴ്ച പോലും ലീവ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രെയിൻ കൃത്യമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് ഓക്സിജൻ ബ്രെയിനിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ന്യൂറോൺസ് മിനിറ്റുകൾക്കുള്ളിൽ ഡെഡായിട്ട് പോകും. എക്സർസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും ബ്രെയിനിലേക്ക് എത്തുകയും അതുവഴി ബ്രെയിൻ പവർ, IQ, മെമ്മറി, ഇൻ്റലിജൻസ് ഇതെല്ലാം കൂടുകയും ചെയ്യും. ഇനിയെങ്കിലും സ്വന്തം മക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. മിനിമം 1 മണിക്കൂർ ഡെയിലി കരാട്ടെ പോലുള്ള ശാസ്ത്രീയ വ്യായാമങ്ങൾ അഭ്യസിക്കാനുള്ള സമയം അവർക്ക് കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ വിജയത്തിൻ്റെ മനോഹരമായ ആത്മവിശ്വാസമുള്ള ചിരി നിങ്ങൾക്ക് കാണാം. എല്ലാവരും ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞ സീക്രട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.